Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part C. Previous two videos we talk about reading part C, especially how to find out writer's opinion. Today's our topic is, are the best hospitals managed by doctors? Let's start. നമ്മുടെ പ്രീവിയസ് ടു വീഡിയോസും റീഡിംഗ് പാർട്ട് സിയെ പറ്റിയുള്ളതായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് സി ആണ്. ആർ ദ ബെസ്റ്റ് ഹോസ്പിറ്റൽസ് മാനേജ്ഡ് ബൈ ഡോക്ടേഴ്സ് എന്നുള്ളതാണ് ടോപ്പിക്ക്. ഇപ്പം നമുക്ക് 15th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പാരഗ്രാഫ് 1, വൈ ഡസ് ദ റൈറ്റർ മെൻഷൻ ദ മയോ ആൻഡ് ദ ക്ലീവ്ലാൻഡ് ക്ലിനിക്സ്? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് റൈറ്റർ മയോ ആൻഡ് ക്ലീവ്ലാൻഡ് ക്ലിനിക്സ് ഫസ്റ്റ് പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. ഡോക്ടേഴ്സ് വെയർ വൺസ് യൂഡ് ആസ് ഇൽ പ്രിപ്പയർഡ് ഫോർ ലീഡർഷിപ്പ് റോൾസ് ബിക്കോസ് ദെയർ സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ലെഡ് ദം ടു ബിക്കം ഹീറോയിക് ലോൺ ഹീലേഴ്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡോക്ടേഴ്സിനെ നമ്മൾ ഒരിക്കൽ കണ്ടിരുന്നത് ആസ് ഇൽ പ്രിപ്പയർഡ് ഫോർ ലീഡർഷിപ്പ് റോൾസ്. അവർ ഇൽ പ്രിപ്പയർഡ് മീൻസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ലീഡർഷിപ്പ് റോൾസ്. അവർ ലീഡർഷിപ്പ് റോൾസ് കൈകാര്യം ചെയ്യാൻ പ്രിപ്പയർഡ് അല്ല എന്ന രീതിയിലാണ് നമ്മൾ കണ്ടിരുന്നത്. ബിക്കോസ് ദെയർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ലെഡ് ദം ടു ബിക്കം ഹീറോയിക് ലോൺ ഹീലേഴ്സ്. അവർക്ക് ഉള്ള സെലക്ഷനും അവരുടെ ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തിരുന്നത് അവരെ ഹീറോയിക് ലോൺ ഹീലേഴ്സ് ലോൺ മീൻസ് എലോൺ. അവരെ പേഷ്യൻറ്റിനെ ഹീൽ ചെയ്യാനുള്ള ഹീറോയിസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും സെലക്ഷനും ഒക്കെ ആയിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് അവർ ലീഡർഷിപ്പ് റോൾ കൈകാര്യം ചെയ്യാൻ പ്രിപ്പയർഡ് അല്ല എന്നാണ് നമ്മൾ കണ്ടിരുന്നത്. However, the emphasis on the patient-centered care and the efficiency in the delivery of clinical outcome means that physicians are now being prepared for leadership. എന്നിരുന്നാലും എംഫസിസ് ഓൺ പേഷ്യൻറ്റ് സെൻറ്റേർഡ് കെയറും അതിൻ്റെ എഫിഷ്യൻസി ഇൻ ദ ഡെലിവറി ഓഫ് ക്ലിനിക്കൽ ഔട്ട്കംസ് ഡെലിവറി ചെയ്യുന്നതുമൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, മീൻസ് ദാറ്റ് ഫിസിഷ്യൻസ് ആർ നൗ ബീയിങ് പ്രിപ്പയർഡ് ഫോർ ലീഡർഷിപ്പ്. ഇപ്പോൾ അവർ പ്രിപ്പയർഡ് ആണ്, ലീഡർഷിപ്പ് റോൾസ് കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ അവർ പ്രിപ്പയർഡ് ആണ് എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദ മയോ ക്ലിനിക്സ് ഈസ് അമേരിക്കാസ് ബെസ്റ്റ് ഹോസ്പിറ്റൽ. മയോ ക്ലിനിക് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ബെസ്റ്റ് ഹോസ്പിറ്റലാണ്. എന്തിൻ്റെ അഭിപ്രായത്തിൽ? അക്കോർഡിംഗ് ടു ദ 2016 US ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് റാങ്കിങ്, ക്ലീവ്ലാൻഡ് ക്ലിനിക്സ് കംസ് ഇൻ സെക്കൻഡ്. ക്ലീവ്ലാൻഡ് ക്ലിനിക് എന്ന് പറയുന്നത് സെക്കൻഡാണ്. The CEOs of both John Nosworthy and Delos Toby Cosgrove are highly skilled physicians. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും CEOs എന്ന് പറയുന്നത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഫിസിഷ്യൻസ് ആണ്. ഇൻഫാക്ട് ബോത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ ഫിസിഷ്യൻ ലെഡ് സിൻസ് ദെയർ ഇൻസെപ്ഷൻസ് അറൗണ്ട് എ സെഞ്ച്വറി എഗോ. സത്യത്തിൽ ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടും ഫിസിഷ്യൻ റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ്. സിൻസ് ദെയർ സ്റ്റാർട്ടിങ് അറൗണ്ട് എ സെഞ്ച്വറി എഗോ. മൈറ്റ് ദെയർ ബി എ ജനറൽ മെസ്സേജ് ഹിയർ. എന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ എന്തെങ്കിലും ജനറൽ മെസ്സേജ് ഉണ്ടോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിരുന്നത്. ആദ്യം നമ്മൾ ഡോക്ടേഴ്സിനെ ഇൽ പ്രിപ്പയർഡ് ആയിട്ടാണ് കണ്ടിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ സെലക്ഷനും ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തിരുന്നത് പേഷ്യൻറ്റിനെ ഹീൽ ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് ആയിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് നമ്മളവരെ ഡോക്ടേഴ്സിനെ ഇൽ പ്രിപ്പയർഡ് ഫോർ ലീഡർഷിപ്പ് റോൾസ് അങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പേഷ്യൻറ്റ് സെൻറ്റേർഡ് കെയറും അതിൻ്റെ എഫിഷ്യൻസിയും ഒക്കെ കാണുമ്പോൾ, അതിൻ്റെ ക്ലിനിക്കൽ ഔട്ട്കംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, പേഷ്യൻസ് ആർ നൗ ബീയിങ് പ്രിപ്പയർഡ് ഫോർ ലീഡർഷിപ്പ്. പിന്നെ ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് അവർ ഈ രണ്ട് ക്ലിനിക്സിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിൾ പോലെയാണ് അവർ അവിടെ ആ ഒരു ക്ലിനിക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നത്. അതിനുശേഷം പറയുന്നത് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും CEOs എന്ന് പറഞ്ഞാൽ ഹൈലി സ്കിൽഡ് ഫിസിഷ്യൻസ് ആണ്. ഇൻഫാക്ട് ബോത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ ഫിസിഷ്യൻ ലെഡ് സിൻസ് ദെയർ ഇൻസെപ്ഷൻസ് അറൗണ്ട് എ സെഞ്ച്വറി എഗോ. ഇതാണ് ഒരു ഈ പാരഗ്രാഫിൽ പറഞ്ഞത്. ഇനി നമുക്ക് ആൻസർ ഓപ്ഷൻസ് നോക്കാം. ആൻസർ ഓപ്ഷൻ എ പറയുന്നത് ടു ഹൈലൈറ്റ് ദാറ്റ് ദേ ആർ ദ 2 ഹയസ്റ്റ് റാങ്ക്ഡ് ഹോസ്പിറ്റൽസ് ഓൺ ദ US NWR. അപ്പം ഈ രണ്ട് ഹോസ്പിറ്റൽസും
ഹയസ്റ്റ് റാങ്ക്ഡ് ഹോസ്പിറ്റലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ 2 ഹോസ്പിറ്റലിൻ്റെയും പേര് അവിടെ മെൻഷൻ ചെയ്യുന്നത്? അല്ല അല്ലേ? അപ്പം നമുക്ക് ആൻസർ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യുക. ബി ഓപ്ഷൻ പറയുന്നത് ടു ഇൻട്രൊഡ്യൂസ് ദ റിസർച്ച് ഇൻ ടു ദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദീസ് ക്ലിനിക്സ്. ഈ ക്ലിനിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് റിസർച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് റിസർച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഹോസ്പിറ്റലിൻ്റെയും പേര് മെൻഷൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും റിസർച്ചിൻ്റെ കാര്യം ഒന്നും തന്നെ നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് റിസർച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം തന്നെ ഒന്നും തന്നെ നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. സി പറയുന്നത് ടു പ്രൊവൈഡ് എക്സാമ്പിൾ ടു സപ്പോർട്ട് ദ ഐഡിയ ദാറ്റ് ഡോക്ടേഴ്സ് മേക്ക് ഗുഡ് ലീഡേഴ്സ്. യെസ്, അതവിടെ പറയുന്നുണ്ട് അല്ലേ? അവിടെ പറയുന്നില്ലേ, however the emphasis on the patient centered care and the efficiency in the delivery of clinical outcome means that physicians are now being prepared for leadership എന്ന് പറഞ്ഞതിന് ശേഷം അവർ എക്സാമ്പിൾ പറയാനായിട്ടാണ് മയോ ക്ലിനിക്സിൻ്റെയും ക്ലീവ്ലാൻഡ് ക്ലിനിക്സിൻ്റെയും കാര്യം പറയുന്നത്. അടുത്ത ഡി ഓപ്ഷൻ പറയുന്നത് ടു റീഇൻഫോഴ്സ് ദ ഐഡിയ ദാറ്റ് ഡോക്ടേഴ്സ് ഷുഡ് ബിക്കം ദ ഹോസ്പിറ്റൽ CEOs. ഡോക്ടേഴ്സ് ആയിരിക്കണം ഹോസ്പിറ്റലിൻ്റെ CEOs എന്ന ഐഡിയയെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലിനിക്സിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഡോക്ടേഴ്സ് ആയിരിക്കണം CEOs എന്ന് എവിടെയെങ്കിലും ആ ഒരു ഐഡിയ അവർ മെൻഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം ഡോക്ടേഴ്സ് ആർ ഗുഡ് ലീഡേഴ്സ് എന്ന് പറയുന്നുണ്ട്. അവരായിരിക്കണം ബിക്കം ദ ഹോസ്പിറ്റൽ CEOs എന്ന് പറയുന്നില്ല. അപ്പം ആ ഒരു ഐഡിയ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾക്കവിടെ മയോ ക്ലിനിക്സിൻ്റെ കാര്യം മെൻഷൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആൻസർ ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ സി ആണ്. ടു പ്രൊവൈഡ് ദ എക്സാമ്പിൾസ് ടു സപ്പോർട്ട് ദ ഐഡിയ ദാറ്റ് ഡോക്ടേഴ്സ് മേക്ക് ഗുഡ് ലീഡേഴ്സ്. അപ്പോൾ ഇതൊരു ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഹൗവർ കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസറിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ റൈറ്ററിൻ്റെ ഒപ്പീനിയനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഫാക്റ്റ് ബോത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹവ് ബീൻ ഫിസിഷ്യൻ ലെഡ് സിൻസ് ദെയർ ഇൻസെപ്ഷൻ അറൗണ്ട് എ സെഞ്ച്വറി അഗോ. അപ്പം നമ്മൾ പറയുന്നുണ്ടല്ലേ, റൈറ്ററിൻ്റെ ഒപ്പീനിയനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ് ഇൻഫാക്റ്റ്, ഇൻഡീഡ്, ഓഫ് കോഴ്സ് എന്നൊക്കെയുള്ള വേർഡ്സുകൾ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളോട് ഇവിടെ പറഞ്ഞത് എന്താണ്? ബോത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് ബീൻ ഫിസിഷ്യൻ ലെഡ്. 2 ഇൻസ്റ്റിറ്റ്യൂട്ടും ഫിസിഷ്യൻ ലീഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് ആർ ഗുഡ് ലീഡേഴ്സ് എന്ന ഐഡിയയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾ കാണിക്കാനാണ് നമ്മൾ റൈറ്റർ ഈ 2 ക്ലിനിക്സിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ റൈറ്ററിൻ്റെ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിലോട്ട് എങ്ങനെയാണ് എത്തുന്നതെന്നും ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് സി കിട്ടിയതെന്നും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ റൈറ്റേഴ്സ് ഒപ്പീനിയൻ അബൌട്ട് ദ ഫൈൻഡിങ്സ് ഓഫ് ദ സ്റ്റഡി മെൻഷൻഡ് ഇൻ ദ പാരഗ്രാഫ് 2. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് റൈറ്ററിൻ്റെ ഒപ്പീനിയൻ ആണെന്നുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായത് റൈറ്ററിൻ്റെ ഒപ്പീനിയനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എന്തിനെ പറ്റിയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അബൌട്ട് ദ ഫൈൻഡിങ്സ് ഓഫ് ദ സ്റ്റഡി. അപ്പോൾ ഒരു സ്റ്റഡി ഉണ്ട്, നമ്മുടെ പാരഗ്രാഫ് 2 എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഉണ്ട്. ആ സ്റ്റഡിയുടെ ഫൈൻഡിങ്സിനെ പറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാതെ പാരഗ്രാഫിലോട്ട് പോയിട്ട് എന്തെങ്കിലും സ്റ്റഡിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഓടിപ്പോയി ആൻസറായിട്ട് എടുക്കരുത്. അതുപോലെ തന്നെ സ്റ്റഡി ഫൈൻഡിങ്സ് പോയി ആൻസറായിട്ട് എടുക്കരുത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റൈറ്ററുടെ ഒപ്പീനിയൻ. സ്റ്റഡി ഫൈൻഡിങ്സിനെ പറ്റിയുള്ള റൈറ്ററിൻ്റെ ഒപ്പീനിയനാണ്. സ്റ്റഡി ഫൈൻഡിങ്സ് എന്താണെന്നല്ല ചോദിച്ചിരിക്കുന്നത്, സ്റ്റഡി ഫൈൻഡിങ്സിനെ പറ്റിയുള്ള റൈറ്ററുടെ ഒപ്പീനിയൻ എന്താണെന്നാണ്. അപ്പം നമ്മൾ അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് റീഡ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്തേണ്ടത്. അപ്പോൾ ഒരു പാരഗ്രാഫിൽ ഒരു സ്റ്റഡി ഫൈൻഡിങ്സിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസുകളിലായിരിക്കും സ്റ്റഡി ഫൈൻഡിങ്സ് അല്ലേ. ഒരു പാരഗ്രാഫിൽ ഒരു സ്റ്റഡിയെക്കുറിച്ച് മെൻഷൻ ചെയ്യുവാണെങ്കിൽ ആ സ്റ്റഡിയിൽ ആദ്യത്തെ സെൻറ്റൻസുകൾ എന്തിനെ പറ്റിയുള്ളതാണ് ഈ സ്റ്റഡിയെന്നും ആ സ്റ്റഡിയിലെ പാർട്ടിസിപ്പൻസ് ആരാണെന്നും എത്ര നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഉണ്ടെന്നുള്ളതും പിന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം കുറേ പറയുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ സ്റ്റഡി ഫൈൻഡിങ്സ് പറയുക. അപ്പോൾ സ്റ്റഡി ഫൈൻഡിങ്സ് എന്നോ അല്ലെങ്കിൽ സ്റ്റഡി റിസൾട്ട് എന്നോ
അല്ലെങ്കിൽ അനാലിസിസ് ഷോഡെന്നോ ഇങ്ങനെയുള്ള വേർഡ്സുകളിലൂടെ ആയിരിക്കും അതിൻ്റെ റിപ്പോർട്ട് കാണിക്കുന്നത്. റിസൾട്ട് എന്നോ സ്റ്റഡി റിസൾട്ട് എന്നോ അനാലിസിസ് ഷോഡെന്നോ ഒക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ആൻസറിലോട്ടുള്ള സെൻറ്റൻസ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുമ്പോഴാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് റീഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. The study published in the 2011 examined CEOs in the top 100 hospitals in USNWR in 3 key medical specialties: cancer, digestive disorders and cardiovascular care. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ 2011 പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡിയാണ്. അത് എക്സാമിൻ ചെയ്തതെന്ന് വെച്ചാൽ CEOs ഇൻ ദ ടോപ്പ് 100 ഹോസ്പിറ്റൽസ്. ടോപ്പ് 100 ഹോസ്പിറ്റലിലെ CEOസിനെയാണ് അവിടെ എക്സാമിൻ ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ് അതെന്ന് പറഞ്ഞാൽ, ഈ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു 3 കീ മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ്. ആ ഹോസ്പിറ്റലിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്, കാർഡിയോവാസ്കുലർ കെയർ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലാണ് അവർ 100 ഹോസ്പിറ്റൽസാണ് അവർ സ്റ്റഡി നടത്താനായിട്ട് എടുത്തത്. എ സിമ്പിൾ ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ്. ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഹോസ്പിറ്റൽസ് റാങ്ക്ഡ് മോർ ഹൈലി വെൻ ദേ ആർ ലെഡ് ബൈ ദ മെഡിക്കലി ട്രെയിൻഡ് ഡോക്ടേഴ്സ് ഓർ നോൺ മെഡിക്കൽ പ്രൊഫഷണൽ മാനേജേഴ്സ്. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്ന ആ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, മെഡിക്കലി ട്രെയിൻഡ് ഡോക്ടേഴ്സ് റൺ ചെയ്യിപ്പിക്കുമ്പോഴാണോ അതോ നോൺ പ്രൊഫഷണൽ മാനേജേഴ്സ് റൺ ചെയ്യിപ്പിക്കുമ്പോഴാണോ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ റാങ്ക് കൂടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഹോസ്പിറ്റൽ ക്വാളിറ്റി കൂടുന്നത് എപ്പോഴാണ്? ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കലി ട്രെയിൻഡ് ഡോക്ടേഴ്സ് റൺ ചെയ്യിപ്പിക്കുമ്പോഴാണോ നോൺ മെഡിക്കൽ പ്രൊഫഷണൽസ് റൺ ചെയ്യിപ്പിക്കുമ്പോഴാണോ അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ റാങ്ക് കൂടുന്നത് എന്നാണ് ദ സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ അനാലിസിസ് ഷോഡ് ഉണ്ടോ? ദ അനാലിസിസ് ഷോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റഡി ഫൈൻഡിങ്സ് ആണ് ഇവിടെ പറയുന്നത്. ദ അനാലിസിസ് ഷോഡ് ദാറ്റ് ഹോസ്പിറ്റൽസ് ക്വാളിറ്റി സ്കോർസ് are approximately 25% higher in physician run hospitals than in manager run hospitals. അവിടെ ഒരു കമ്പാരിസണാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി ഏകദേശം 25% ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി കൂടുതലെന്ന് പറയുന്നത് ഫിസിഷ്യൻ റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസിലാണ്. ആരെ അപേക്ഷിച്ച്? നോൺ മെഡിക്കൽ പ്രൊഫഷണൽസ്, മാനേജർ റൺ ചെയ്യുന്ന ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് 25% റാങ്ക് കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ ക്ലിനീഷ്യൻസ് റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസിലാണ്. ഓഫ് കോഴ്സ് ദിസ് ഡസ് നോട്ട് പ്രൂവ് ദാറ്റ് ഡോക്ടേഴ്സ് മേക്ക് ബെറ്റർ ലീഡേഴ്സ്. ഇതിനർത്ഥമില്ല, തീർച്ചയായിട്ടും ഇതിനൊരർത്ഥമില്ല ഡോക്ടേഴ്സാണ് ബെറ്റർ ലീഡേഴ്സ് എന്ന് അവർ മാത്രമാണ് ഇതിൻ്റെ ബെറ്റർ ലീഡേഴ്സ് എന്നുള്ളതിന് ഒരർത്ഥമില്ല. ഓഫ് കോഴ്സ് ദിസ് ഡസ് നോട്ട് പ്രൂവ് ഡോക്ടേഴ്സ് മേക്ക് ബെറ്റർ ലീഡേഴ്സ്. ഡോക്ടേഴ്സ് ബെറ്റർ ലീഡേഴ്സ് ആക്കാൻ പറ്റും എന്നുള്ളതിനർത്ഥമില്ല. ദോ ദ റിസൾട്ട്സ് ആർ ഷുവർലി കൺസിസ്റ്റൻറ്റ് വിത്ത് ദാറ്റ് ക്ലെയിം. എന്നാലും നമുക്ക് ഈ ഒരു ഇതിനെ ക്ലെയിം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആണ്. റിസൾട്ട്സ് ആർ ഷുവർലി കൺസിസ്റ്റൻറ്റ്. ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഷുവറായിട്ടും കൺസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താണ്? ഡോക്ടേഴ്സ് റൺ ചെയ്യിക്കുന്ന ഹോസ്പിറ്റൽസ് തന്നെയാണ് ബെറ്റർ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ഇനി നമ്മുടെ ആൻസർ ഓപ്ഷൻ നോക്കാം. എ ഓപ്ഷൻ പറയുന്നത് ദേ ഷോ ക്വൈറ്റ് ക്ലിയർലി ദാറ്റ് ഡോക്ടേഴ്സ് മേക്ക് ബെറ്റർ ഹോസ്പിറ്റൽ മാനേജേഴ്സ്. യെസ്, അങ്ങനെ അവിടെ പറയുന്നുണ്ട് അല്ലേ? അതാണ് ലാസ്റ്റ് പറഞ്ഞില്ലേ. ഓഫ് കോഴ്സ് ദിസ് ഡസ് നോട്ട് പ്രൂവ് ദാറ്റ് ഡോക്ടേഴ്സ് മേക്ക് ബെറ്റർ ലീഡേഴ്സ് ദോ ദ റിസൾട്ട്സ് ആർ ഷുവർലി കൺസിസ്റ്റൻറ്റ് വിത്ത് ദാറ്റ് ക്ലെയിം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഷുവർലി കൺസിസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ഈ ഷുവർലി കൺസിസ്റ്റൻ്റ് എന്നുള്ളതാണ് ക്വൈറ്റ് ക്ലിയർലി ദാറ്റ് എന്ന് പറയുന്നത്. ഷോ quite clearly that doctors make better hospital managers. ഇനി ബി ഓപ്ഷൻ പറയുന്നത് ദേ ഷോ ലൂസ് കണക്ഷൻ ബിറ്റ്വീൻ ഡോക്ടേഴ്സ് ലീഡേഴ്സ് ആൻഡ് ബെറ്റർ മാനേജ്മെൻറ്റ്. ബെറ്റർ മാനേജ്മെൻറ്റും ഡോക്ടേഴ്സ് ലീഡേഴ്സും തമ്മിൽ ലൂസ് കണക്ഷൻ ഉണ്ടെന്നാണോ? അവർ തമ്മിലൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ബിയിൽ പറഞ്ഞേക്കുന്നത്. നമുക്ക് ബി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. സി ഓപ്ഷൻ പറയുന്നത് എന്താണ്? ദേ കൺഫേം ദാറ്റ് ദ ടോപ്പ് 100 ഹോസ്പിറ്റൽസ് ഇൻ ദ
WR ought to be physician run. ഈ 100 ഹോസ്പിറ്റൽസും ഫിസിഷ്യൻ റൺ ആണെന്നാണോ? അപ്രോക്സിമേറ്റ്ലി 25% ഹോസ്പിറ്റൽസ് ഫിസിഷ്യൻ റൺ ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്രോക്സിമേറ്റ്ലി 25% ഹയർ ഫിസിഷ്യൻ റൺ ഹോസ്പിറ്റൽസ് ദാൻ ഇൻ 25% എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ടോപ്പ് 100 ഹോസ്പിറ്റൽസും ഫിസിഷ്യൻ റൺ ചെയ്യുന്നതാണെന്നാണ് കൺഫേം ചെയ്തു എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡി ഓപ്ഷൻ പറയുന്നത് ദേ ആർ ഇൻകൺക്ലൂസീവ് ബിക്കോസ് ദ ഡേറ്റ ഈസ് ഇൻസഫിഷ്യൻറ്റ്. ഇൻകൺക്ലൂസീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഡേറ്റ ഷോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് അനാലിസിസ് ഷോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻകൺക്ലൂസീവ് അല്ല. അതുപോലെ തന്നെ ഡേറ്റ ഇൻസഫിഷ്യൻ്റ് ആണെന്നൊന്നും പറയുന്നില്ല. സ്റ്റഡി ഇൻകൺക്ലൂസീവ് ആണെന്നോ ഡേറ്റ ഇൻസഫിഷ്യൻ്റ് ആണെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പം നമുക്ക് ആൻസർ ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ദേ ഷോ ക്വൈറ്റ് ക്ലിയർലി ദാറ്റ് ഡോക്ടേഴ്സ് മേക്ക് ബെറ്റർ ഹോസ്പിറ്റൽ മാനേജേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എവിടെ നിന്നാണ് ഇതിനകത്തെന്ന് പറയുമ്പോൾ ഒരു റൈറ്ററിൻ്റെ ഒപ്പീനിയനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഓഫ് കോഴ്സ് ദിസ് ഡസ് നോട്ട് പ്രൂവ് ദാറ്റ് ഡോക്ടേഴ്സ് മേക്ക് ബെറ്റർ ലീഡേഴ്സ്. ദോ കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദോ ദ റിസൾട്ട്സ് ആർ ഷുവർലി കൺസിസ്റ്റൻറ്റ് വിത്ത് ദാറ്റ് ക്ലെയിം. എന്നിരുന്നാലും നമുക്ക് ഈ ക്ലെയിം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഷുവർലി കൺസിസ്റ്റൻ്റ് ആണ്. അപ്പം നമ്മുടെ ഈ ഒപ്പീനിയനെ കാണിക്കുന്ന വേർഡ്സുകളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ഒരു പരിധിവരെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ എളുപ്പം കഴിയും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ അനാലിസിസ് നിങ്ങളിപ്പം ചെന്ന് ഇതിൻ്റെ റിസൾട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ നോക്കുന്നത് അല്ലേ? അനാലിസിസ് ഷോഡ് ദാറ്റ് എന്നുള്ള പാർട്ടാണ് നോക്കുന്നത്. അവിടെയല്ല നമ്മുടെ ആൻസർ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു റൈറ്ററിൻ്റെ ഒപ്പീനിയൻ പറഞ്ഞത് അല്ലേ? ഓഫ് കോഴ്സ് ദിസ് ഡസ് നോട്ട് പ്രൂവ് ദാറ്റ് ഡോക്ടേഴ്സ് മേക്ക് ബെറ്റർ ലീഡേഴ്സ് ദോ ദ റിസൾട്ട്സ് ആർ ഷുവർലി കൺസിസ്റ്റൻറ്റ് വിത്ത് ദാറ്റ് ക്ലെയിം. അപ്പം നമുക്ക് അങ്ങനെയാണ് ആൻസർ എ കിട്ടിയത്. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് ദ റൈറ്റർ മെൻഷൻ ദ റിസർച്ച് സ്റ്റഡി ഇൻ പാരഗ്രാഫ് 3? എന്തുകൊണ്ടാണ് റൈറ്റർ പാരഗ്രാഫ് 3ൽ റിസർച്ച് സ്റ്റഡി മെൻഷൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതർ സ്റ്റഡീസ് ഫൈൻഡ് സിമിലർ കോറിലേഷൻ റിസർച്ച് ബൈ ബ്ലൂം, സുഡാൻ ആൻഡ് വാൻ റിൻ revealed how important good management practices are hospital performance. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അതർ സ്റ്റഡീസ് ഫൈൻഡ് സിമിലർ കോറിലേഷൻ. അപ്പം ഇങ്ങനെ ഒരു കാര്യം തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നോക്കണം. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡിയിലെ ഫൈൻഡിങ്സ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് അതർ സ്റ്റഡീസ് ഫൈൻഡ് സിമിലർ കോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യം പറഞ്ഞ സ്റ്റഡിയെ നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒന്നുകൂടെ ഊന്നി പറയുന്നതാണ്. വേറുള്ള സ്റ്റഡിയും ഇത് തന്നെ ഇതേപോലത്തെ റിപ്പോർട്ട് തന്നെയാണ്, ഇതേപോലത്തെ റിസൾട്ട് തന്നെയാണ് തരുന്നത് എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ സ്റ്റഡിയിൽ പറഞ്ഞ കാര്യം കറക്റ്റാണ്, വിശ്വസനീയമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുക. ഇപ്പോൾ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, മറ്റേ ആളും പറയുന്നത് ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ പറഞ്ഞത് കറക്റ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന വാക്കാണ്. എൻ്റെ ഫ്രണ്ടും ഇത് തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ്, അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഒരു സ്റ്റഡിയിൽ ഇതാണ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റഡിയിലും ഇതേ സെയിം റിസൾട്ട് തന്നെയാണെന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ സ്റ്റഡിയെ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പറഞ്ഞ കാര്യം വിശ്വസനീയമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം. അപ്പോൾ ഇവിടെയും പറയുന്നത് എന്താണ്? അതർ സ്റ്റഡീസ് ഫൈൻഡ് സിമിലർ കോറിലേഷൻ റിസർച്ച് ബൈ ബ്ലൂം, സുഡാൻ ആൻഡ് വാൻ റീൻ റിവീൽ ഹൗ ഇമ്പോർട്ടൻറ്റ് ഗുഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ് ആർ ടു ഹോസ്പിറ്റൽ പെർഫോമൻസ്. ഇവിടെ പറയുന്ന മറ്റ് സ്റ്റഡീസും സിമിലർ കോറിലേഷനാണ്. റിസർച്ച് സുഡാൻ്റെയും ബ്ലൂമിൻ്റെയും വാൻ റീൻ്റെയും റിവീൽ ചെയ്യുന്നതാണ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഗുഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ആർ ടു ഹോസ്പിറ്റൽ പെർഫോമൻസ്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഗുഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഹോസ്പിറ്റൽ പെർഫോമൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിക്കുകയാണ്. ഹവർ ദേ ഓൾസോ ഫൗണ്ട് ദാറ്റ്, എന്നിരുന്നാലും അവർ
അതുകൂടാതെ എന്തും കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് മാനേജേഴ്സ് വിത്ത് ക്ലിനിക്കൽ ഡിഗ്രി ദാറ്റ് ഹാഡ് ദ ലാർജസ്റ്റ് പോസിറ്റീവ് എഫക്റ്റ്. ഈ മാനേജേഴ്സിന് ക്ലിനിക്കൽ ഡിഗ്രീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്ലിനിക്കൽ ഡിഗ്രിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പോസിറ്റീവ് എഫക്റ്റ് നൽകും എന്ന് കണ്ടുപിടിച്ചു. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദ സെപ്പറേഷൻ ഓഫ് ക്ലിനിക്കൽ ആൻഡ് മാനേജറിയൽ നോളേജ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ വാസ് അസോസിയേറ്റഡ് വിത്ത് മോർ നെഗറ്റീവ് മാനേജ്മെൻറ്റ് ഔട്ട്കംസ്. അപ്പം ഈ മാനേജേഴ്സിന് ഈ ക്ലിനിക്കൽ സ്കിൽസ്, ക്ലിനിക്കൽ നോളേജ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഔട്ട്കംസ് ഉണ്ടാക്കുന്നുവെന്നും അവർ കണ്ടുപിടിച്ചു എന്നാണ് പറഞ്ഞത്. അതർ സ്റ്റഡീസ്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ നോക്കാം. വൈ ഡസ് ദ റൈറ്റർ മെൻഷൻ ദ റിസർച്ച് സ്റ്റഡി ഇൻ ദ പാരഗ്രാഫ് 3? റിസർച്ച് സ്റ്റഡി എന്തുകൊണ്ടാണ് റൈറ്റർ മെൻഷൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചല്ലേ. ടു കോൺട്രാസ്റ്റ് ദ ഫൈൻഡിങ്സ് വിത്ത് ദ സ്റ്റഡി മെൻഷൻഡ് ഇൻ ദ പാരഗ്രാഫ് 2. പാരഗ്രാഫ് 2-ൽ തന്നിരുന്ന സ്റ്റഡിയുടെ ഫൈൻഡിങ്സിനെ കോൺട്രാസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. പാരഗ്രാഫ് 2-ൽ എന്താണ് പറഞ്ഞിരുന്നത്? പാരഗ്രാഫ് 2-ൽ പറഞ്ഞത് ക്ലിനിഷ്യൻസ് ആർ ഗുഡ് ലീഡേഴ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. അവർ നല്ല ലീഡേഴ്സ് ആണെന്നുള്ള രീതിയിലാണ് പാരഗ്രാഫ് 2-ൽ പറയുന്നത്. അപ്പം അതിന് ഓപ്പോസിറ്റായിട്ടാണോ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്? അല്ല. ദ അതർ സ്റ്റഡി ഷോസ് സിമിലർ കോറിലേഷൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മറ്റുള്ള സ്റ്റഡീസും സിമിലർ കോറിലേഷൻസ് ആണ് നൽകുന്നതെന്ന് പറയുമ്പോൾ അവർ ആദ്യത്തെ സ്റ്റഡിയെ അവർ സപ്പോർട്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ബി ഓപ്ഷൻ പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് ദ ഓപ്പോസിറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ടു ഹിസ് ഓൺ പൊസിഷൻസ്. ഓപ്പോസിറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ആണോ? അല്ല. അപ്പം നമുക്ക് ബി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. സി ഓപ്ഷൻ പറയുന്നു ടു സപ്പോർട്ട് ഹിസ് മെയിൻ ആർഗ്യുമെൻറ്റ് വിത്ത് ഫർദർ എവിഡൻസ്. യെസ്, അതാണ് പറയുന്നത് അല്ലേ. അയാളുടെ ആർഗ്യുമെൻ്റ് എന്താണ്? ഫിസിഷ്യൻസ് ആർ ഗുഡ് ലീഡേഴ്സ് എന്നുള്ളതാണ് അയാളുടെ റൈറ്ററിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ആർഗ്യുമെൻറ്റിന് ഫർദർ എവിഡൻസ് കൊടുക്കുകയാണ്. ഫർദർ സ്റ്റഡീസിൻ്റെ റിസൾട്ട് കാണിച്ച് അവർ ഫർദർ എവിഡൻസ് കാണിക്കുകയാണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ഓപ്ഷൻ സി ആണ്. ഡി പറയുന്നത് ടു ഷോ ദാറ്റ് അതർ റിസർച്ചേഴ്സ് സപ്പോർട്ട് ഹിം. അതർ റിസർച്ചേഴ്സ് അല്ല സപ്പോർട്ട് ചെയ്യുന്ന, ഫൈൻഡിങ്സ് ആണ് അല്ലേ. മറ്റുള്ള റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് ആണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് ശരിയാണെന്നുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ടു സപ്പോർട്ട് ഹിസ് മെയിൻ ആർഗ്യുമെൻറ്റ് വിത്ത് ഫർദർ എവിഡൻസ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഈ അതർ സ്റ്റഡീസ് ഫൈൻഡ് സിമിലർ കോറിലേഷൻ എന്ന ആ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താവുന്നതാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കണമെന്ന് തന്നെയില്ല. മറ്റുള്ള സ്റ്റഡീസും സിമിലർ കോറിലേഷനാണ് വരുന്നതെന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ സ്റ്റഡിയുടെ അതേ ഫൈൻഡിങ് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ് അവിടെ വരുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, പാരഗ്രാഫ് 3 ദ ഫ്രേസ് ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ലിങ്ക്ഡ് സജസ്റ്റ്. അപ്പോൾ പാരഗ്രാഫ് 3-ൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രേസ് ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ലിങ്ക്ഡ് എന്ന ഫ്രേസ് കൊണ്ട് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. Domain expert leaders have been linked with better organizational performance in setting as diverse as universities where scholar leaders enhances the research output of their organizations to basketball teams where former all-star players turned coaches are disproportionately linked to NBA success. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഡൊമൈൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ടായിട്ടുള്ള ലീഡേഴ്സ് അവരുടെ ഓർഗനൈസേഷണൽ പെർഫോമൻസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. ബെറ്ററായിട്ട് അവരുടെ ഓർഗനൈസേഷണൽ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. ഇൻ സെറ്റിംഗ് ഇൻ ഡൈവേഴ്സ് ആസ് യൂണിവേഴ്സിറ്റീസ്. അപ്പം നല്ലൊരു പ്രൊഫസർ ഒരു യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണോ നയിക്കുന്നത് അതുപോലെ വേറെ സ്കോളർ ലീഡേഴ്സ് എൻഹാൻസ് ദ റിസർച്ച് ഔട്ട്പുട്ട്. സ്കോളർ ലീഡേഴ്സ് എങ്ങനെയാണോ റിസർച്ച് ഔട്ട്പുട്ട് അവരുടെ ഓർഗനൈസേഷണൽ റിസർച്ച് ഔട്ട്പുട്ട് എൻഹാൻസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടു ബാസ്കറ്റ്ബോൾ ടീംസ് വെയർ ഫോർമർ ആൾ സ്റ്റാർ പ്ലേയേഴ്സ് ടേൺ കോച്ചസ്. ഒരു നല്ലൊരു ബാസ്കറ്റ്ബോൾ ലീഡറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടു ബാസ്കറ്റ്ബോൾ ടീംസ് വെയർ ഫോർമർ ആൾ സ്റ്റാർ പ്ലേയേഴ്സ്, എല്ലാ സ്റ്റാർ പ്ലേയേഴ്സിനെയും അവർക്ക് ടേൺഡ് കോച്ചസായിട്ട് മാറ്റാൻ പറ്റും. ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ലിങ്ക്ഡ് ടു NBA സക്സസ്. അതങ്ങനെ അതിൻ്റെ എന്താണ് നല്ല ഒരു സക്സസ്സിലോട്ട് അതിനെ നയിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ എ ഓപ്ഷൻ പറയുന്ന ഓൾ സ്റ്റാർ കോച്ചസ് ഹാവ് സുപ്പീരിയർ അണ്ടർസ്റ്റാൻഡിങ്. എല്ലാ സ്റ്റാർ കോച്ചസിനും സുപ്പീരിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നാണോ പറഞ്ഞത്?
അപ്പം എ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബി പറയുന്നത് ഫോർമർ സ്റ്റാർ പ്ലേയേഴ്സ് ബിക്കം കമ്പാരിറ്റീവ്ലി ബെറ്റർ കോച്ചസ്. ഫോർമർ സ്റ്റാർ പ്ലേയേഴ്സ്, അതായത് സ്റ്റാർ പ്ലേയേഴ്സിന് നമുക്ക് ബെറ്ററായിട്ടുള്ള കോച്ചസ് ആക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് അല്ലേ. നല്ലൊരു ലീഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പ്ലേയേഴ്സിനെയും, ഓൾ സ്റ്റാർ പ്ലേയേഴ്സിനെയും ടേൺ ടു കോച്ചസ് ആക്കി മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ഇതാണ്. അപ്പം ബി ഓപ്ഷനാണ് കറക്റ്റ്. ഫോർമർ സ്റ്റാർ പ്ലേയേഴ്സ് ബിക്കം കമ്പാരിറ്റീവ്ലി ബെറ്റർ കോച്ചസ്. സി പറയുന്നത് ടീംസ് കോച്ച്ഡ് ബൈ ഫോർമർ ആൾ സ്റ്റാർ കൺസിസ്റ്റൻ്റ്ലി ഔട്ട് പെർഫോം അതർ ടീംസ്. അങ്ങനെ നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല. ടു ബി സക്സസ്ഫുൾ ബാസ്കറ്റ്ബോൾ കോച്ച് യു നീഡ് ടു ഹാവ് പ്ലേഡ് അറ്റ് ഹൈ ലെവൽ. അങ്ങനെ നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഡി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഫോർമർ സ്റ്റാർ പ്ലേയേഴ്സ് ബിക്കം കമ്പാരിറ്റീവ്ലി ബെറ്റർ കോച്ചസ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലോട്ട് എത്തുകയുള്ളൂ. താങ്ക് യു.